ആധുനിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ട നൂതനാശയങ്ങളും നേതൃപാഠവും വളർത്തുന്നതിനായി 24 സംഘടിപ്പിക്കുന്ന ബിസിനസ് കോൺക്ലേവ് ഇന്ന് കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ നടക്കുകയാണ്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി അല്പസമയത്തിനകം പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ കണ്ടന്റ് ലോഞ്ച് ചെയ്യും. ശ്രീകാന്ത് വീണ്ടും ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത്, വീണ്ടും ഗുഡ് മോർണിംഗ്. അല്പസമയത്തിനകം തന്നെ പരിപാടികൾ തുടങ്ങും. കേന്ദ്രമന്ത്രി എപ്പോഴെത്തും? എന്തെല്ലാം രീതിയിലുള്ള ക്രമീകരണങ്ങൾ നമ്മൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്? ഒരു ബ്രഹ്മാണ്ഡ ബിസിനസ് ഇവന്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം സ്മിത, പ്രവിത. കാരണം അതിന്റെ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മോടൊപ്പം SKN ചേരുന്നുണ്ട്. നമ്മുടെ എല്ലാം SKN ചേരാൻ പോകുന്നു. ഓക്കെ, ശരിക്കും ഒരു നല്ല ദിവസമാണ്. കാര്യം ഒരു 24-ൻ്റെ ഒരു വളരെ പ്രൊഫഷണലായിട്ടൊരു ബിസിനസ് കോൺക്ലേവ് നമ്മൾ സംഘടിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇത് കൊച്ചിയിലെ ഗ്രാൻഡ് ഹയത്തിലാണ് നടക്കുന്നത്. നമ്മുടെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി, നമ്മുടെ ഇത്രയും വലിയ ഹൈവേസ് ഒക്കെ വെട്ടുന്ന മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുക. അതുപോലെ ധനമന്ത്രി KN ബാലഗോപാലും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതുപോലെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കോൺക്ലേവിൽ ദേശീയ ലെവലിൽ അറിയപ്പെടുന്ന വിഖ്യാതരായ ഒരുപാട് പ്രൊഫഷണലുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതാത് വിഷയങ്ങളിൽ ഏറ്റവും നമുക്ക് അവൈലബിളായ ഇൻ്റർനാഷണലി നോൺ ആയിട്ടുള്ള കുറേ എക്സ്പെർട്ടുകളാണ് ഇതിൽ വരുന്നത്. അപ്പം ഇത് നമ്മൾ 10 മുതൽ 11 വരെ 24 തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഒരു 24 ബിസിനസ് കോൺക്ലേവ് എന്നതിനപ്പുറം ഒരു പ്രൊഫഷണൽ സ്റ്റാഫ് നിങ്ങൾക്ക് തരാനായിരിക്കും നമ്മുടെ ശ്രമം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ അണിയറയിൽ ഇപ്പോൾ നടക്കുകയാണ്. അവരൊക്കെ ധൃതി പിടിച്ച് തിരക്ക് കൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കാണാം 10 മണിക്ക്. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ആ ദൃശ്യങ്ങൾ, നമ്മുടെ ഈ കോൺക്ലേവ് നടക്കാൻ പോകുന്ന ആ വേദിയിലെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഒന്ന് കാണാം. നമ്മുടെ ഈ പരിപാടിയുടെ സംഘാടകരൊക്കെ തന്നെ ഇവിടെ അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. ഉണ്ണിച്ചേട്ടൻ, അതോടൊപ്പം തന്നെ ക്രിസ്റ്റീന, നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഗോപികൃഷ്ണൻ, അങ്ങനെ ഓരോരുത്തരായിട്ട്. ഉണ്ണിച്ചേട്ടൻ, ഇപ്പോൾ എങ്ങനെയുണ്ട് ഏറ്റവും അവസാനവട്ട ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഗസ്റ്റുകളും ഒക്കെ വന്നാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഈ നമ്മുടെ കേരളത്തിന് ഇത് ഏത് തരത്തിൽ മുതൽക്കൂട്ടാവും ഗോപിച്ചേട്ടാ ഈ ഒരു സംരംഭകത്വ കോൺക്ലേവ്? ഈ ബിസിനസ് കോൺക്ലേവ്, ശ്രീകാന്ത്, ഇത് ശരിക്കും പറഞ്ഞാൽ പർട്ടിക്കുലർ കേരളത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇനി വരുന്ന ഭാവിയിൽ എന്തൊക്കെയാണ് ഈ ബിസിനസ് രംഗത്ത് അതിൻ്റെ വ്യാവസായിക പുരോഗതിക്ക് എന്തൊക്കെ തരത്തിലുള്ള നൂതനമായ മാർഗ്ഗങ്ങൾ നമുക്ക് കൊണ്ടുവരാം. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വിവര സാങ്കേതിക വിദ്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, AI പോലുള്ള, അതായത് നിർമ്മിത ബുദ്ധിയുടെ വരവ്, ഇതൊക്കെ തന്നെ ബിസിനസ് രംഗത്ത് എങ്ങനെ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ സ്റ്റേറ്റ് വളരെ ചെറുതാണെങ്കിലും അതിൻ്റെ പ്രോഗ്രസ്സിൽ, അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ വളരെ വലിയ ഭാഗങ്ങൾ, ഇപ്പോൾ നമ്മളുടെ നെറ്റ്വർക്കിംഗ് സംവിധാനം, ഇപ്പോൾ റോഡ് ട്രാൻസ്പോർട്ട് നമ്മൾ വിപുലീകരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ സംരംഭകർ വരുന്നു, യുവ സംരംഭകർ നമ്മുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അവർക്ക് ലോകത്തിന് മുന്നിലേക്ക് അവർക്ക് വാതിൽ തുറക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെ ഈ ബിസിനസ് രംഗത്തേക്ക് ഗുണപ്രദമായി ഉപയോഗിക്കാം, ഇതൊക്കെയായിരിക്കും അതിൻ്റെ നൂതനമായ സാധ്യതകളായിരിക്കും നമ്മൾ ഈ ബിസിനസ് കോൺക്ലേവിൽ പരിശോധിക്കാൻ പോകുന്നത്. അതിന് ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ആളുകളാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. കേന്ദ്രമന്ത്രി ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്, ധനകാര്യമന്ത്രി, നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി ഭാഗമാകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വിഷൻ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക, അതിൻ്റെ സാധ്യതകൾ ചർച്ച ചെയ്യുകയാണ്. ആ അർത്ഥത്തിൽ കേരളത്തിലെ നവസംരംഭകത്വ പദ്ധതികൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒന്നായി ഈ കോൺക്ലേവ് മാറും. ശ്രീകാന്ത്, ഡെഫിനറ്റ്ലി. ചേച്ചി, നമ്മുടെ ഈ പാനൽ ഡിസ്കഷൻ ഒക്കെ തന്നെയായിരിക്കും ഇതിലൊരു അട്രാക്ഷൻ, മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ വിഷയങ്ങളിലായിരിക്കും ഈ പാനൽ ഡിസ്കഷൻ നടക്കാൻ പോകുന്നത് ചേച്ചി? നമ്മൾ എങ്ങനെയാണ് അത് ആസൂത്രണം ചെയ്തത്? അതെ, നമ്മുടെ സർക്കാരിന്റെ തന്നെ വിഭാവനം ചെയ്തിരിക്കുന്നതാണല്ലോ ഡെവലപ്ഡ് ഇന്ത്യ ബൈ 2047, അതായത് 2047 വികസിത ഭാരതം. ആ വികസിത ഭാരതത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ അത് നമ്മൾ ശരിയായ പാതയിലാണോ എന്ന് പരിശോധിക്കുന്നതാണ് ഒന്നാമത്തെ പാനൽ ഡിസ്കഷൻ. രാജ്യമെമ്പാടും നിന്നുള്ള ഏറ്റവും മികച്ച വിദഗ്ധർ തന്നെയാണ് ഓരോ പാനൽ ചർച്ചയും സംഘടിപ്പിക്കുന്നത്. രണ്ടാമത്തേത്, ശ്രീകാന്തിനറിയാം, നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു IPO ബൂമാണ്. പ്രാഥമിക ഓഹരി വിപണിയിൽ ആ വിൽപ്പന എങ്ങനെ പൊടിപൊടിക്കുകയാണ്. നിരവധി കമ്പനികളാണ് IPOയിലേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മുടെ കേരള കമ്പനികളായ ടോളിൻസ്, പോപ്പുലർ ഓട്ടോമൊബൈൽസ്, ഇവരൊക്കെ അതിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി കൂടുതൽ കമ്പനികൾക്ക് ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ദിശാബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ IPO ഡീറ്റെയിൽ ഡിസ്കഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ പാനൽ ഡിസ്കഷൻ. ഇനി എങ്ങനെയാണ് അവിടുത്തെ സാധ്യതകൾ, വിപണിയിൽ നമ്മുടെ കേരള കമ്പനികൾ തിളങ്ങുമോ എന്നുള്ള ഒരു പരിശോധന. മൂന്നാമത്തേത്, ഗോപി പറഞ്ഞ പോലെ തന്നെ നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ ബിസിനസ്സുകാർ എങ്ങനെ തയ്യാറായിരിക്കണം, ഏതൊക്കെ മേഖലയിൽ എങ്ങനെ ക്രിയാത്മകമായി അതിനെ ഉപയോഗിക്കാം. അപ്പോൾ ഈ 3 പാനൽ ചർച്ചകളും നയിക്കുന്നത് ഏറ്റവും വിദഗ്ധരുടെ സംഘമാണ്. മോഡറേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അത് പ്രൊഫഷണലായി നടത്താൻ പോകുന്ന ചർച്ചയാണ്. നമ്മുടെ ഓഡിയൻസും അതിൽ പങ്കാളികളാകും. അതേപോലെ തന്നെ ഭരണകൂടത്തിന്റെ പ്രതിനിധികളുമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇത് വളരെ ക്രിയാത്മകമായ കേരളത്തിലെ ആ ഒരു വ്യവസായ ഭൂമികയിൽ അടയാളപ്പെടുത്തലാകാൻ പോകുന്ന ഒരു സംരംഭത്തിന് തുടക്കമാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞതാണ്, അതായത് ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളത്തിന്റെ വളർച്ച, ആ വളർച്ചയ്ക്ക്
24-ന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അക്ഷീണ പ്രയത്നം നടത്തിയ നമ്മുടെ മാർക്കറ്റിംഗ് ടീം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലെ നമ്മുടെ തന്നെ സ്ഥാപനത്തിൽ നമ്മുടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്റ്റാഫുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒറ്റ കാര്യം, അതായത് അതിൽ ഈ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിൽ 24-ന് എന്ത് ചെയ്യാൻ സാധിക്കും, ഒപ്പം തന്നെ മാധ്യമങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇവിടുത്തെ വ്യവസായികൾ ഒരുമിച്ച് ചേർന്ന്, ഒപ്പം ഭരണകൂടവുമായി ബന്ധപ്പെട്ടവർ ഒരുമിച്ച് ചേർന്ന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ക്രിയാത്മകമായ ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. 10 മണി മുതൽ 11 മണി വരെ തത്സമയം 24-ൽ നമുക്കിത് കാണാൻ സാധിക്കും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുക്കുന്നുണ്ട്, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കുന്നുണ്ട്, ഹൈബിയുടെ എംപി ശശി തരൂർ, വേണു രാജാമണി, അങ്ങനെ പ്രമുഖരുടെ നീണ്ട നിര നമ്മുടെ ഈ പരിപാടിക്ക് എത്തിച്ചേരുന്നുണ്ട്. കേരളത്തിന് വ്യവസായ രംഗത്ത് പുത്തൻ ദിശാബോധം നൽകാൻ പോകുന്നതായിരിക്കും ഈ ബിസിനസ് കോൺക്ലേവ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ എല്ലാ ടീമും അവിടെയുണ്ട്. അത് അവതാരകർ മാത്രമല്ല, ക്യാമറാമാൻ ഉൾപ്പെടെ ക്യാമറ ടീം, ഒരു ഹോൾ ടീം തന്നെ അവിടെയുണ്ട്. അതിൻ്റെ ഒപ്പം ടെക്നിക്കൽ ടീമുണ്ട്. അങ്ങനെ വലിയൊരു സന്നാഹം തന്നെ അവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പരിപാടി ആരംഭിക്കും. കേന്ദ്രമന്ത്രി ഉടൻ എത്തുമെന്നാണ് അറിയുന്നത്.